ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്. പഴയതുപോലെ അല്ല. ഇപ്പൊ എന്റെ ഒപ്പം എന്റെ ഭാര്യ കൂടിയുണ്ട്. ഛീ, അവന്റെ ഒരു ഭാര്യ. അപ്പൊ ഞാൻ നിന്റെ ആരാടാ? ദേ, എന്നോട് വേഷം കെട്ട് ഇറക്കിയാലുണ്ടല്ലോ. നിനക്കറിയാലോ ഞാൻ വീണ്ടും എന്ത് കഷ്ടപ്പെട്ടിട്ടാ ഇവിടേക്ക് കയറി കൂടിയതെന്നുള്ളത്. നീ പറയുമ്പോഴൊക്കെ വന്ന് ആരെങ്കിലും കണ്ടാ അതോടെ എല്ലാം തീരും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് കൂടി പുറത്താവും ഞാൻ. അതുകൊണ്ട് ഇന്നൊന്നും വരാൻ പറ്റില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ട് അടങ്ങും നിനക്കറിയാലോ. നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. അത് നീ കേൾക്കാൻ വേണം, നിന്റെ അഭിപ്രായം പറയുകയും വേണം. എടുത്തുചാട്ടം നിന്റെ സ്വഭാവമാ. അതുകൊണ്ട് ആപത്തുകളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ നീ ആവശ്യപ്പെടുന്നതേ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട കാര്യമാ. നിനക്ക് വേണ്ടിയാ ഞാനിവിടെ തങ്ങുന്നെന്നുള്ളത് നീ ഒന്ന് മനസ്സിലാക്ക്. നമുക്ക് നാളെയോ മറ്റന്നാളോ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വന്നിരിക്കും, ഉറപ്പ്. ഞാൻ പറയാനുള്ള കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാത്രി ധനുഷ് എന്റെ അടുത്തുണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നിന്റെ പുത്തനച്ചിയുടെ മുന്നിൽ വെച്ച് ഞാൻ പറയാനുള്ളതൊക്കെ അങ്ങ് പറയും. അപ്പോഴും നീ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ സംഭവിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണ്ടെങ്കിൽ മര്യാദയ്ക്ക് വന്നോണം. ഞാൻ പറയട്ടെ. ഹലോ ഹലോ ആരെ പുറത്തുപോയി കാണാന്ന് പറഞ്ഞു? അത് ഞാൻ ഒറ്റയ്ക്കാവൂന്ന് കരുതിയാണേല് ധനുഷ് ഫ്രണ്ടിനെ കാണാൻ പോവാതിരിക്കണ്ട. ആരെയാന്ന് വെച്ചാ പോയി കണ്ടിട്ട് വാ. നീ വാ. ഈ കുടുംബത്തോട് ഞാനൊരു തെറ്റ് ചെയ്തു. അത് എനിക്കിവിടെ എല്ലാവരോടും പറയണം. നീ ഇവിടേക്ക് വന്നത് ഇങ്ങനൊരു കുറ്റബോധത്തോടെ അല്ലല്ലോ. കാശും ചോദിച്ചല്ലേ? പിന്നെ എപ്പോ മുതലാ പശ്ചാത്താപത്തിന്റെ ഭസ്മം നിന്റെ നാവിൽ നിന്ന് വന്നു തുടങ്ങിയത്? കൂടെ നിന്ന് സഹായിക്കുമെന്ന് കരുതിയവർ തള്ളി പറഞ്ഞപ്പോ എത്ര വലിയ സഹായമാ ഞാൻ മാഡത്തിന് ചെയ്തു തന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അത് മാഡത്തിന് സഹായമായിരുന്നെങ്കിൽ അപ്പോ ഞാൻ ചെയ്തത് വലിയൊരു അപരാധമല്ലേ? ഒരാവശ്യത്തിന് ഞാനൊരു 50,000 രൂപ ചോദിച്ചതാണോ തെറ്റ്? നീ 50,000 രൂപ ചോദിച്ചതില് തെറ്റൊന്നുമില്ല. എനിക്കറിയാം സഹോദരിയുടെ മോന്റെ ഈ അവസ്ഥയാ നിന്നെ ഇതൊക്കെ ആലോചിക്കാൻ പ്രേരിപ്പിച്ചെന്ന്. ആ അവസ്ഥയോർത്ത് ഇനിയിപ്പൊ ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട. എന്നാ ക്യാഷ് ചെക്ക. നീ ചോദിച്ചതിലും കൂടുതലുണ്ട്. ആവശ്യപ്പെട്ടതിലും കൂടുതൽ പൈസ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി നിന്റെ വായിൽ നിന്നൊന്നും വീഴരുത്. പിന്നെ ഇതൊരു ശീലാക്കുകയും ചെയ്യരുത്. ഇനി അങ്ങനൊരു ശീലം വെച്ച് പുലർത്താനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ തന്നിരിക്കുന്നതിന്റെ പകുതി കൊടുത്താ നല്ല ഗുണ്ടകളെ കിട്ടും. നിത്യെ തീർക്കാൻ പറഞ്ഞ തീർത്തിട്ട് വരുന്ന ഗുണ്ടകൾ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് നിൽക്കരുത്. നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പുറത്ത് അർച്ചന നിന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും.
നീ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന്റെ ബാക്കി കേൾക്കാൻ. നീ അവളോട് എന്തു പറയും? ഒന്നും പറയാനില്ലെന്ന്. അങ്ങനെ പറയരുത്. നീ പറയണം, കുഞ്ഞിന്റെ കാര്യം തന്നെ പറയണം. അത് പക്ഷേ നീ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. ഞാനിനി നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതേപോലെ അർച്ചനയോട് പറയണം. മനസ്സിലായോ? മനസ്സിലായി. ഉം. ഹലോ, അവന്തിക മാഡം അല്ലേ? അതെ, ആരാ? മാഡം, ഞാൻ മൂർത്തി പറഞ്ഞിട്ട് വിളിക്കുക. ഒരു കുഞ്ഞിനെ മാറ്റുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെ. ഇന്ന് ഏത് രീതിയിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. മാഡം, ഞാൻ വീടിന്റെ മുന്നിൽ തന്നെയുണ്ട്. അയ്യോ. ഇന്ന് തന്നെ കുഞ്ഞിനെ ഞാൻ മാറ്റിത്തരാം. എല്ലാം മൂർത്തി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഞാനൊരു ഓൺലൈൻ ഡെലിവറി ബോയ് ആയിട്ടായിരിക്കും വരുന്നത്. കുഞ്ഞിനെ മാഡം എനിക്ക് കാണിച്ചു തന്നാൽ മാത്രം മതി. ഇവിടെ ഒരേ പ്രായക്കാരായ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കാരണവശാലും കുഞ്ഞ് മാറിപ്പോരുത്. താൻ വാ, കുഞ്ഞിനെ ഞാൻ തന്നെ കാണിച്ചു തരാം. CCTV ക്യാമറയെല്ലാം ഓഫ് ചെയ്തേക്കാം. ശരി മാഡം.